ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ടിപ്സുകളാണ്, ബിഗിനേഴ്സായ ആളുകൾക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളാണ്. അതും നമ്മളുടെ ഈ ടിപ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സ് ഓൾട്രേഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടിപ്സുകളാണ്. ഈ ടിപ്സുകൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഡ്രസ്സുകൾ നമുക്ക് കുറച്ച് കാലം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ണം വെച്ച് കഴിഞ്ഞാൽ ഇടാൻ പറ്റില്ല. അപ്പോൾ എന്നാൽ സൈഡിൽ തയ്യൽ തുമ്പ് ഉണ്ടാവില്ല. അങ്ങനെ വരുന്ന ഡ്രസ്സുകൾ ചിലപ്പോൾ വീണ്ടും ഇടണമെന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ടായിരിക്കും, പെട്ടെന്ന് വണ്ണം വയ്ക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ റെഡിമെയ്ഡ് ഡ്രസ്സൊക്കെയാണ് എടുത്തുകൊണ്ടിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ സൈഡിൽ ഒട്ടും ഉണ്ടാവില്ല, 1/2 ഇഞ്ചിൻ്റെ സൈഡ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ അകത്ത് തയ്ക്കും അവിടെ സൈഡിൽ ഓവർലോക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഒന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഡ്രസ്സുകൾ വരും. അതുപോലെ തന്നെ ചില ഡ്രസ്സുകൾക്ക് റെഡിമെയ്ഡ് ആയിരിക്കാം എടുത്തുകൊണ്ടിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തിൻ്റെ ഇറക്കം വളരെയധികം കുറവായിരിക്കും, ചില ഡ്രസ്സുകൾ കഴുത്തിൻ്റെ ഇറക്കം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഓൾട്രേഷൻ ഐഡിയാസാണ്. പിന്നെ നമുക്ക് സ്ലിറ്റ് ചിലത് വല്ലാണ്ട് താഴത്തേക്ക് ഇറങ്ങിയിരിക്കും ചില റെഡിമെയ്ഡ് ഡ്രസ്സിൻ്റെ. അപ്പോൾ അത് നമുക്കൊന്ന് കയറ്റി വെക്കണമെങ്കിൽ ചെയ്യാൻ പറ്റാവുന്ന ഐഡിയാസ്, അങ്ങനെയുള്ള കുറച്ച് ഐഡിയാസാണ്, ഓൾട്രേഷനുമായി ബന്ധപ്പെടുന്ന ഐഡിയാസാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റൊരു ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഡ്രസ്സ് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ട്രാവലിങ് ചെയ്യുമ്പോഴൊക്കെ സൈഡിലൊക്കെ എന്തെങ്കിലും ഒരു പിന്നിലോ ഇരുമ്പിലൊക്കെ അങ്ങനെ കൊളത്തി വലിച്ചൊക്കെ ഇങ്ങനെ കീറാനും കുത്തി കീറാനും പിന്നാനൊക്കെ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അഴക്കേബിളൊക്കെ ഇടുമ്പോഴും ചിലപ്പോൾ നമുക്ക് ചെറുതായിട്ടൊക്കെ അതുമേ തന്നെ ചിലപ്പോൾ ഇങ്ങനെ ചിലതൊക്കെ ഡാമേജ് ആവാറുണ്ട്, ചില ഡ്രസ്സുകളൊക്കെ വളരെ കനം കുറഞ്ഞതൊക്കെ ആണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സാണെങ്കിൽ ഓൾട്രേഷൻ ചെയ്യാനുള്ള ടിപ്സും കൂടി ഇതിനകത്ത് തരുന്നതാണ്. അങ്ങനത്തെ ഡ്രസ്സ് നമുക്ക് ചെറുതായിട്ട് കീറിയതുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിൽ ശരിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ടിപ്സും നമ്മളിത് തരുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ഒരുപാട് ടിപ്സുകളുണ്ട് ഇതിനകത്ത്. ബിഗിനേഴ്സായ എല്ലാവർക്കും യൂസ്ഫുള്ളായ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയുന്നത്, ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ഒരു ഡ്രസ്സ് നമുക്ക് വളരെ ഇഷ്ടമാണ്, ആ ഡ്രസ്സിൻ്റെ സൈഡിൽ അടിക്കാൻ സൈഡിൽ തയ്യൽ തുമ്പില്ല, അങ്ങനെ വരുന്നൊരു ഡ്രസ്സാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് ഫസ്റ്റത്തെ ടിപ്പ് പറയുന്നത് കേട്ടോ. അതിന് നമുക്ക് വണ്ണം വെപ്പിക്കണം, അതാണ് നമുക്ക് ആവശ്യമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് ആദ്യത്തെ ടിപ്പ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള വണ്ണത്തിൽ എത്രത്തോളം നമുക്ക് കുറവുണ്ടെന്ന് നോക്കാം. ഓക്കെ, ടോട്ടൽ എത്രത്തോളം കുറവുണ്ടെന്ന് വെച്ചാൽ ആ ടോട്ടലിനെ നമ്മൾക്ക് ഈ ഭാഗത്തേക്ക് 2 ഈ ഭാഗത്തേക്ക് 2 ആ ഒരു രീതിയിൽ /4 ആക്കി വെക്കുക. ഓക്കെ, അതിനുള്ള ആ ഒരു കണക്ക് എത്രയാണ്, നിങ്ങൾക്ക് എത്രത്തോളം വണ്ണം ആഡ് ചെയ്യണം ആ ഒരു സംഖ്യ നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിന് എക്സാമ്പിളായിട്ട് ഒരു 2 ഇഞ്ചിൻ്റെ ആണ് ടോട്ടൽ നമുക്ക് കുറവെന്ന് വിചാരിക്കാം. ഈ ഒരു ഡ്രസ്സിന് നമുക്ക് 2 ഇഞ്ചും കൂടി വണ്ണം വെപ്പിക്കണം, എന്നാലേ നമുക്കത് കൊള്ളുള്ളൂ. സൈഡ് നമുക്ക് ലൂസാക്കാനായിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഡ്രസ്സുമായി ബന്ധപ്പെടുന്ന ഒരു കളറ്, ഇതിലിപ്പോൾ ഏത് കളറിനോട് മാച്ച് ആവുന്ന ഏതെങ്കിലും ഒരു കളർ, ഇത് പല കളറുകളാണല്ലോ. അപ്പോൾ ഇത് ഈ ഒരു കളറോ ഈ ഒരു കളറോ ഈ കളറോ ഇതിൽ ഏതെങ്കിലും ഒരു കളറ് നമ്മുടെ കയ്യിൽ തുണി അവൈലബിൾ ആയിരിക്കണം, അതുമായി ബന്ധപ്പെടുന്ന ഒരു കളർ കേട്ടോ. അപ്പോൾ കോട്ടനാണ് മെറ്റീരിയൽ എങ്കിൽ കോട്ടനായി ബന്ധപ്പെടുന്ന ഒരു കളർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. യാതൊരു ബന്ധമില്ലാത്ത കളർ എടുക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ബോറായിട്ട് വരും, ഏതാണ്ട് അതിനോട് സാമ്യതയുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിത് എക്സാമ്പിൾ കാണിക്കാനാണ്, സെയിം ഏതിൽ ഒരു ഒറ്റ കളർ മാച്ച് ആയിട്ടുള്ള ഒരു കളർ എൻ്റെ ഇല്ല, അപ്പോൾ എക്സാമ്പിൾ കാണിക്കാനായിട്ട് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇത് 2 ഇഞ്ചാണ് ടോട്ടൽ വേണ്ടത്. അപ്പോൾ നമ്മൾ അതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/2 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 1/2 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു അളവിലാണ് നമുക്ക് ആവശ്യമുള്ളത് അല്ലേ, ഇതൊരളവിൽ ആവശ്യമുണ്ട്. നമുക്ക് ഈ 1/2 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇത്രത്തോളം വരും. അപ്പോൾ ഇതിൽ നമുക്ക് 2 സൈഡിലേക്കും തയ്യൽ തുമ്പും കൂടി വേണം. അപ്പോൾ 1/2 ഇഞ്ച് വേണ്ടതിന് നമുക്ക് തയ്യൽ തുമ്പ് ആദ്യം നമുക്ക് എത്രത്തോളം തയ്യൽ തുമ്പാണ് നമ്മൾ എടുക്കണമെന്ന് വെച്ചാൽ അത് പ്ലസ് 1/2 ഇഞ്ചിൻ്റെ അളവ് പ്ലസ് 2 സൈഡിലോട്ടും ആ ഒരു 1/4 ഇഞ്ച് ഒരു പോയിന്റിൽ നമ്മൾ തയ്ച്ച് പോകുകയെന്ന് വെച്ചാൽ 2 സൈഡിലോട്ടും 1/4 ഇഞ്ച് ഒരു പോയിന്റ്, പിന്നെ നമുക്ക് ആ 1/2 ഇഞ്ചിൻ്റെ അളവ് അങ്ങനെ വെച്ചിട്ട് 2 സൈഡിലോട്ടും നമുക്ക് 1/4 ഇഞ്ച് ഒരു പോയിന്റ് സൈഡിൽ ഇടുക. എന്നതിന് ശേഷം നമുക്ക് 1/2 ഇഞ്ച് സെൻറ്ററിൽ നിർത്തുന്ന ആ ഒരു മെഷർമെൻറ്റ് എടുത്ത ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് എടുക്കുക. അതായത് നമ്മുടെ ഈ ഒരു കഴുത്തിന് വല്ല ഡിസൈൻ വർക്കൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വർക്ക് കഴിഞ്ഞ ശേഷം ഒരു 1/4 ഇഞ്ച് ഒരു പോയിന്റ് നീക്കിയിട്ട് എടുക്കണം, കാരണം അവിടെ തയ്ക്കാനുള്ളൊരു സ്പേസ് ഇട്ടിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഡിസൈൻ വർക്കൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അതിനനുസരിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ കണക്കാക്കിയിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ സ്ട്രെയിറ്റ് താഴെ അറ്റം വരെ കട്ട് ചെയ്യണം, മനസ്സിലായോ? നമുക്ക് ഇപ്പോൾ 2 ഇഞ്ചാണ് വേണ്ടതെന്ന് വെച്ചാൽ 1/2 ഇഞ്ച് വെച്ചിട്ട് എടുക്കുക. 1/2 ഇഞ്ച് 1 ഇഞ്ച് ഇപ്പുറത്തെ സൈഡിലും അതുപോലെ കട്ട് ചെയ്യുമ്പോൾ 1 ഇഞ്ച്, അപ്പോൾ 1 ഇഞ്ച് ടോട്ടൽ 2 ഇഞ്ച്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ക്ലോത്തിൻ്റെ 2 സൈഡിലോട്ടും 1/4 ഇഞ്ച് ഒരു പോയിന്റ് വെച്ച് 2 സൈഡിലോട്ടും തയ്യൽ തുമ്പിടുക. അതിനുശേഷം ആ മെറ്റീരിയലിൻ്റെ ഏതാണ്ട് കളറ് സെയിം ആയ ഒരു കളർ എടുത്തിട്ട് നമുക്ക് എത്രത്തോളം ലെങ്ത്ത് ഉണ്ട് ആ ഡ്രസ്സ്, ഇപ്പോൾ ചുരിദാറാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഈ ചുരിദാറിന് ഇപ്പോൾ ഇത്ര ലെങ്ത്ത് ഉണ്ട്, ഓക്കെ, ഈ കാണുന്ന ലെങ്ത്ത് ഉണ്ട്, ആ ഷോൾഡറിനേക്കാളും മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് കടത്തി വെക്കണം കേട്ടോ. നമുക്ക് ഷോൾഡറിന് തയ്ച്ച് പോകാനുള്ള ഒരളവ് എന്ന് പറയുന്നത്
അതേപോലെ അങ്ങനെ ഒരു അളവ് വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ലെങ്ത്തിൻ്റെ ഇറക്കം എത്രയാണോ ആ ഒരു അളവ് കഴിഞ്ഞിട്ട് നമുക്ക് 1 ഇഞ്ചും കൂടി എക്സ്ട്രാ ഇറക്കം എടുക്കാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ കുറച്ച് മെറ്റീരിയൽ കൂടുതൽ എടുക്കണം. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് പിടിക്കണം. ഇതിപ്പോൾ നമ്മൾ ഒരു സൈഡ് ഒരു ഭാഗത്തേക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ അത് അതുപോലെ 4 കഷ്ണം ഇതുപോലെ എടുക്കണം. ഇത് മുകളിലേക്ക് താഴേക്ക്, അതുപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് മുകളിലേക്ക് താഴേക്ക്, അങ്ങനെ വരുമ്പോൾ 4 ക്ലോത്താണ് നമുക്ക് ആവശ്യം വരുന്നത്. 1/2 ഇഞ്ച് വീതിയിൽ നമുക്ക് 2 സൈഡിലോട്ടും 1/4 ഇഞ്ച് ഒരു പോയിന്റിൻ്റെ തയ്യൽ തുമ്പ് കൂടി കണക്കാക്കിയിട്ട് തുണി എടുത്തിട്ട് 4 ക്ലോത്ത് എടുക്കണം. അത് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയും, ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യത്തെ 2 പീസ് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ഇത് ഇവിടെ ഓപ്പൺ സൈഡ് വരെ താഴെ ഭാഗത്തേക്ക്, പക്ഷെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡഡ് സൈഡാക്കി മാറ്റണം. മനസ്സിലായോ? ഇതുപോലെ ഫോൾഡഡ് സൈഡാക്കി മാറ്റിയാലാണ് നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ ഷോൾഡർ ഇങ്ങനെ കട്ട് ചെയ്യുകയല്ലേ ചെയ്യണത്. അപ്പോൾ ആ ഒരു അളവ് കഴിഞ്ഞ് അറ്റം വരെ താഴത്തേക്ക് ആവശ്യം കഴിഞ്ഞാൽ നമ്മളത് താഴെ ഭാഗം മടക്കി അടിക്കാനുള്ള 1 ഇഞ്ച് ബാലൻസ് നിർത്തിയിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് വേണം നമുക്ക് ആവശ്യമുള്ള ഒരു മെഷർമെൻറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ടിപ്പ് പറയാം. നമുക്ക് നമ്മുടെ നെക്കിന് ഇറക്കം കുറവാണ്, തീരെ ഇറക്കമില്ല. അപ്പോൾ നമുക്ക് ചിലർക്ക് കഴുത്തൊക്കെ ഭയങ്കര ടൈറ്റാണ്, ഫിറ്റാണെന്ന് തോന്നുന്നവർക്ക്, അങ്ങനെയുള്ളവരുടെ ഡ്രസ്സ് ഓൾട്രേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പറയണത്. അതിന് തന്നെ നമ്മൾ ഈ ഒരു ഷോൾഡർ ഇവിടെ നിന്ന് അങ്ങോട്ട് അഴിക്കണം. അതിനുശേഷം നമ്മുടെ കഴുത്തുമ്മേ പൈപ്പിംഗ് ഉണ്ടെങ്കിൽ അത് അഴിക്കുക, അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തുണി വെച്ച് തയ്ച്ചതാണെങ്കിൽ അത് അഴിക്കുക. അതഴിച്ച ശേഷം നമ്മുടെ ഇത് ഫുള്ളായിട്ട് അഴിച്ചെടുത്തു. നമുക്ക് തയ്ച്ച ഇതിൻ്റെ മുകളിൽ 2 സ്റ്റിച്ച് അടിച്ചിട്ടുണ്ടാവും, അതൊക്കെ നമ്മൾ അഴിച്ചെടുക്കുക. ആദ്യം നമ്മൾ ഷോൾഡറാണ് മാറ്റേണ്ടത്. അതിന് ശേഷം നമ്മൾ നെക്ക് അഴിക്കുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു നെക്കിനെ ഇതുപോലെ സെൻറ്റർ ചെയ്തിട്ട് എടുക്കണം. സെൻറ്റർ ചെയ്യുക, നെക്കിനെ സെൻറ്ററാക്കി പിടിക്കണം. ഓക്കെ, അതിനുശേഷം ആ ക്ലോത്തൊക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അഴിച്ച് മാറ്റിയ ശേഷമുള്ള ബാലൻസ് നമുക്ക് എത്രയാണോ കഴുത്തിൻ്റെ ഇറക്കം വേണ്ടത് ആ ഇറക്കത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കഴുത്തിന് വരച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള കഴുത്ത് വരച്ചിട്ട് വെട്ടിയെടുക്കുക. മനസ്സിലായി? ഇറക്കം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ വരച്ച ശേഷം നമുക്ക് ആവശ്യമുള്ള നെക്കിൻ്റെ ആ ഒരു അളവ് എടുത്തിട്ട് നമുക്ക് ഇറക്കം കൂട്ടാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ണം കൂട്ടാനുള്ള ഒരു പരിപാടിയാണ് ചെയ്തത്. പിന്നെ ഇനി നമുക്ക് കഴുത്ത് ഇറക്കം കൂട്ടാനുള്ള ഐഡിയ ആണ്. കഴുത്ത് ഇറക്കം കൂട്ടുമ്പോൾ എപ്പോഴും നമ്മൾ ഷോൾഡർ അഴിക്കണം, കഴുത്തിൻ്റെ ഈ ഭാഗം അഴിക്കണം. അതിനുശേഷം നമ്മൾ ഇതേപോലെ ആവശ്യമുള്ള ഇറക്കം എത്രത്തോളം വേണം പ്ലസ് 1/2 ഇഞ്ചാണ് ആഡ് ചെയ്യേണ്ടത്. നമുക്ക് കഴുത്തിന് കറക്റ്റ് ആവശ്യമുള്ളത് 5.5 ഇഞ്ചാണ് വേണ്ടെങ്കിൽ 1/2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ 6 ഇഞ്ചിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ആ രീതിക്ക് എടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു നെക്ക് തയ്ക്കാനായിട്ട്. ലെങ്ത്ത് 5.5 വേണ്ടെങ്കിൽ 6 ഇഞ്ച് എടുക്കണം. പ്ലസ് 1/2 ഇഞ്ചസ് നമ്മൾ മുകളിൽ ഷോൾഡർ പിടുത്തം വരും. അപ്പോൾ ആ ഒരു കണക്കാക്കിയിട്ട് നമ്മൾ ആവശ്യമുള്ള കഴുത്തിൻ്റെ വൈഡ് ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്ന ശേഷം നമ്മൾ തുണി വെച്ചിട്ട് ക്യാൻവാസ് വെച്ചിട്ടാണെങ്കിൽ ക്യാൻവാസ് വെച്ച് തയ്ച്ച് മറയ്ക്കുക. എന്നിട്ട് ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇതേ സമയം നമുക്ക് കഴുത്ത് ഇറക്കം കൂടുതലാണെന്ന് വിചാരിക്കുക, അത് നമുക്ക് കുറയ്ക്കണം. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഒന്നും ചെയ്യാതെ ചെയ്യാൻ പറ്റാവുന്നൊരു ഐഡിയ ഉണ്ട് ഇതിനകത്ത്. നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് കുറയ്ക്കണമെങ്കിൽ കഴുത്തിൻ്റെ ഇറക്കം കുറയ്ക്കാൻ, ഇപ്പോൾ കഴുത്തിൻ്റെ ഇറക്കം കൂട്ടാനുള്ള ഐഡിയ ആണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് കട്ട് ചെയ്ത് അഴിച്ചിട്ട് ശേഷം ഇറക്കം കൂട്ടിയതാണ് പറഞ്ഞത്. ഇനി ഇറക്കം കുറയ്ക്കണമെങ്കിൽ ഓൾറെഡി കഴുത്ത് നല്ല ഇറക്കമുള്ളൊരു ഡ്രസ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ അത് നമുക്ക് ഓൾട്രേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയ ആണ് പിന്നെ പറയുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളമാണോ കഴുത്തിൻ്റെ ഇറക്കം കുറയ്ക്കേണ്ടതെന്ന് നോക്കുക. ടോട്ടൽ കഴുത്തിൻ്റെ ഇറക്കം കുറയ്ക്കേണ്ടത് എത്രയാണോ ആ അളവ് എത്രയാണെന്ന് നമ്മൾ എഴുതി വയ്ക്കാം. ഇപ്പോൾ നമുക്ക് 1 ഇഞ്ച് ഇറക്കം കുറയ്ക്കണം എന്നുണ്ടെന്ന് വിചാരിക്കാം. നമുക്കിപ്പോൾ 1 ഇഞ്ചാണ് ടോട്ടൽ ഇറക്കം കുറയ്ക്കേണ്ടതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഐഡിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സൈഡിലോട്ടും ഇതുപോലെ സെൻറ്റർ ആദ്യം നമ്മൾ ഇതിങ്ങനെ സെൻറ്റർ ചെയ്ത് വെക്കുക. നമുക്ക് വേണ്ട നെക്കിൻ്റെ ആ ഒരു ഭാഗം നമുക്കിത് ഈ ഷോൾഡർ ഇങ്ങനെ സെൻറ്റർ ചെയ്ത് വെക്കുക. അതുപോലെ സ്ലീവും ഇങ്ങനെ സെൻറ്റർ ചെയ്ത് വെക്കുക. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ ഒപ്പാക്കി വെക്കുക. അതിനുശേഷം നമുക്ക് ടോട്ടൽ 1 ഇഞ്ചല്ലേ നമുക്ക് കുറയ്ക്കേണ്ടതുള്ളൂ. മൊത്തം ആകെ നമുക്ക് 1 ഇഞ്ചാണ് മുകളിലോട്ട് കയറ്റേണ്ടത്, അതായത് കഴുത്തിൻ്റെ ഇറക്കം കുറയ്ക്കേണ്ടത് എങ്കിൽ നമ്മൾ ഇവിടെ 1/2 ഇഞ്ചിൻ്റെ അളവിൽ മുകളിൽ ഷോൾഡറിൽ ഇങ്ങനെ വരയ്ക്കുക. 1/2 ഇഞ്ചിൻ്റെ അളവിൽ കേട്ടോ. അത് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചിട്ട് ഈ അറ്റം വരെ സ്ലീവിൻ്റെ അറ്റം വരേക്ക് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് അറ്റം വരേക്ക് അങ്ങോട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ 1 ഇഞ്ചിൻ്റെ ഇറക്കമാണ് കഴുത്തിറക്കം കൂടുതലായിട്ട് നിൽക്കണമെങ്കിൽ ആ ഒരു അളവ് ഇതിൽ
ശരിക്കും പറയുകയാണെങ്കിൽ കയറി വന്നോളൂ. നമുക്ക് നല്ലോണം ആ കഴുത്ത് ഇറങ്ങി നിൽക്കുന്നത് കണ്ട് കയറി വന്നോളൂ. ഇപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ കുറയ്ക്കുമ്പോൾ കഴുത്തിൻ്റെ ഇറക്കം മുകളിലോട്ട് കയറി വരും. അപ്പോൾ നമുക്ക് ആ കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1 ഇഞ്ചാണ് ആവശ്യം വന്നു വെച്ചാൽ മുകളിൽ നമ്മൾ 1/2 ഇഞ്ചിലാണ് വെച്ചിട്ട് ചെയ്തത്. അപ്പോൾ 2 സൈഡിലോട്ട് 1/2 ഇഞ്ച് വെച്ച് വരുന്നത് കൊണ്ട് നമുക്ക് ടോട്ടൽ 1 ഇഞ്ചിൻ്റെ അഡ്ജസ്റ്റിങ് ചെയ്യാം. ഇനി 1.5 ഇഞ്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/2 ഇഞ്ച് എന്നുള്ളത് വെച്ചാൽ 3/4 ഇഞ്ചിലെടുക്കാം. 3/4 1/2. അപ്പം 1.5 ഇഞ്ച് ഇതേപോലെ അപ്പം 3/4 ഇഞ്ചിൽ ചെയ്ത് ഇങ്ങനെയൊക്കെ ഈ സൈഡിൽ നിന്ന് എടുക്കാം. 3/4 ഇഞ്ചിൽ ഈ ഭാഗത്തു നിന്ന് ഇതേപോലെ 3/4 ഇഞ്ച് എടുത്താൽ മതി. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ 1/2 ഇഞ്ച് തന്നെ എടുത്താൽ മതി. ഓക്കെ, ഈ ഒരു ഭാഗത്തു നിന്ന് മാത്രം, കഴുത്തിൻ്റെ ഭാഗത്തു നിന്ന് മാത്രം നമുക്ക് 3/4 ഇഞ്ച് എടുത്താൽ മതി. ഈ സ്ലീവിൻ്റെ ഭാഗത്തിലോട്ട് നമുക്ക് ഈ പറഞ്ഞ 1/2 ഇഞ്ച് തന്നെ ധാരാളം മതി. അപ്പോൾ സ്ലീവിന് അധികം വ്യത്യാസമൊന്നും വരില്ല. ചിലപ്പോൾ സ്ലീവും വല്ലാണ്ട് ലൂസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ 3/4 ഇഞ്ച് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സ്ലീവ് ഭയങ്കര ടൈറ്റ് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ നിന്ന് ഏറ്റവും വരേക്ക് എടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു രീതിയിലും ചെയ്യാം. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈക്ക് ഭയങ്കര ടൈറ്റ് ആണെന്ന് വിചാരിക്കുക. കൈയിൻ്റെ ഭാഗത്തേക്ക് ഇവിടെ നിന്ന് സൈഡിലേക്ക് തുണിയൊന്നുമില്ല തയ്ക്കാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ ഒരു ചെറിയൊരു കഷ്ണം ഒരു ഏപ്പ് വെച്ച് കൊടുക്കുക. ഈ ഒരു കൈയിൻ്റെ ഇത്രയും ഭാഗം അഴിക്കുക. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു സൈഡും അഴിക്കുക. ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് കുറച്ച് ദൂരം വരെ അഴിക്കുക. അതുപോലെ ഈ സ്ലീവിൻ്റെ ഈ ഭാഗവും അഴിക്കുക. ഓക്കെ, സ്ലീവിൻ്റെ ഭാഗം കുറച്ച് ദൂരം അഴിക്കുക. ഇതേപോലെ ഈ സൈഡോട്ട് ഈ സൈഡ് വരെ അഴിക്കുക. അതിനുശേഷം നമുക്ക് ഒരു 4 കഷ്ണം ക്ലോത്ത് വെച്ചിട്ട് നമ്മളത് സൈഡ് ജോയിൻ ചെയ്തെടുത്ത് ആവശ്യമനുസരിച്ച് ഷേപ്പ് ഇട്ട ശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഈ ഭാഗം തയ്ച്ച ശേഷം ഈ ഒരു ഭാഗം സൈഡ് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കക്ഷം ടൈറ്റ് വരുന്ന ഒരു ഭാഗത്തിന് നമുക്ക് ഓൾട്രേഷൻ ചെയ്യാം. അത് മാത്രമേ ഉള്ളൂ എന്നെങ്കിൽ മാത്രം. മനസ്സിലായോ? ഇപ്പോൾ മൊത്തത്തിൽ ടോട്ടൽ വണ്ണം കൂട്ടണമെങ്കിൽ നമ്മൾ വേറൊരു ഐഡിയ പറഞ്ഞു. ഇനിയിപ്പോൾ കക്ഷത്തിൻ്റെ ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് മാത്രം ഒരു ചെറുതായിട്ടൊരു ടൈറ്റ് ഉള്ളൂ എങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന, സ്ലീവിലേക്ക് ടൈറ്റ് വരുന്നു എങ്കിൽ മാത്രം, സ്ലീവിലേക്ക് മാത്രം കൈക്ക് ഭയങ്കര ഇറുക്കം ടൈറ്റും ഉള്ള ഒരു ഡ്രസ്സാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ഐഡിയ ആണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഓക്കെ, ടോട്ടൽ വണ്ണം ആ ഡ്രസ്സിന് കൂട്ടണമെങ്കിൽ ചെയ്യേണ്ട ഐഡിയ വേറെ രീതിയാണ്, അത് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് സ്ലിറ്റ് കയറ്റി വെക്കണം എന്നിട്ടുണ്ടെങ്കിലുള്ള ഒരു ഐഡിയ ആണ് അടുത്ത് പറഞ്ഞുതരാൻ പോകുന്നത്. അതിന് ആദ്യം നമ്മൾ സ്ലീവിൻ്റെ ഈ ഒരു സ്ലീവല്ല, നമ്മുടെ ഈ സ്ലിറ്റിൻ്റെ ഭാഗം ഇവിടെ നിന്ന് കുറച്ച് ദൂരം അഴിക്കുക. പിന്നെ ഈ ഷേപ്പിന് ശേഷമുള്ള ഭാഗം അഴിക്കുക. ഷേപ്പിൻ്റെ ശേഷമുള്ള ഭാഗം അഴിക്കുക. എന്നിട്ട് എത്ര വരെയാണോ അളവ് വേണ്ടത് ആ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. എത്രയാണ് അവിടുത്തെ വണ്ണം, ആ ഷേപ്പിൻ്റെ ഭാഗത്ത് ഹിപ്പിൻ്റെ ഭാഗത്തെ വണ്ണം ഉണ്ടല്ലോ, ആ ഭാഗത്ത്, അതായത് നമ്മുടെ ഈ സ്ലിറ്റ് വന്നിരിക്കണേ സ്റ്റാർട്ടിങ് പോയിന്റ് എവിടെയാണോ ആ പോയിന്റിൻ്റെ ഭാഗത്ത് നമ്മൾ എത്രയാണോ വണ്ണം വേണ്ടതെന്ന് വെച്ചാൽ ആ വണ്ണത്തിലേക്ക് പോയിന്റ് ഇട്ട് വെക്കുക. എന്നിട്ട് നമ്മുടെ ആ സൈഡിൽ നിന്ന് ആദ്യം ഷേപ്പ് ഇട്ടിട്ട് 2 പ്രാവശ്യം നമ്മൾ അടിച്ചെടുക്കുക. ഷേപ്പ് വരച്ച ശേഷം അടിച്ച് അവിടേക്ക് ഇവിടെ നമ്മൾ കെട്ടിട്ട് നിർത്തണം കേട്ടോ. ആ പോയിന്റ് നമുക്ക് അവിടെ കെട്ടിട്ട് നിർത്തിയിട്ട് വെക്കാം. അതിനുശേഷം താഴെ നിന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഈ ഒരു ഭാഗത്തു നിന്ന് തയ്ച്ച് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് സ്ലിറ്റ് തയ്ക്കാൻ പറ്റും. നമ്മൾ സ്ലിറ്റ് ഓൾട്രേഷൻ ചെയ്യുന്ന ഒരു വീഡിയോ മുന്നിട്ടിട്ടുണ്ട്. ഹെഡിങ് എന്താണെന്ന് നമുക്ക് ഓർമ്മയില്ല, പക്ഷെ നമ്മളത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളതൊന്നും ഇനി രണ്ടാമത് കാണിക്കുന്നില്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിത് പറഞ്ഞു തരാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരു ഓൾട്രേഷൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി അടുത്തതായിട്ട് എന്ന് വെച്ചാൽ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു ഹോളൊക്കെ വരികയാണ്, ചെറുതായിട്ട് പിന്നി കീറുക അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് 2 രീതിയിൽ നമുക്കത് ഓൾട്രേഷൻ ചെയ്തെടുക്കാം. അതിൻ്റെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസയൊന്നും ചിലവില്ലാതെ ചെയ്യാവുന്ന ഒരു ടിപ്പാണ്. നമുക്ക് നോർമൽ സാധാരണ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടല്ലോ, വൈറ്റ് കളറിലുള്ള, ഇപ്പോൾ നമുക്ക് പയറും പരിപ്പും കടലൊക്കെ വാങ്ങിക്കുന്ന, ഇപ്പോൾ നമുക്കൊരു പാക്കറ്റിലായിട്ട് വരുന്നില്ലേ, അപ്പോൾ അങ്ങനത്തെ പ്ലെയിൻ വൈറ്റ് ആയിട്ടുള്ള അതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ, അങ്ങനെ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള നമ്മുടെ ആ പ്ലാസ്റ്റിക് കവർ വൈറ്റ്. അപ്പോൾ അത് നമ്മൾ വെച്ച ശേഷം നമുക്ക് ഇവിടെയാണ് ഒരു ഹോൾ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ വെച്ച ശേഷം അതിൻ്റെ മുകളിൽ ഒരു ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അതിന് ശേഷം നമുക്ക് നമ്മുടെ ക്ലോത്ത് വെച്ച ശേഷം നമുക്ക് അയൺ ചെയ്തെടുക്കാവുന്നതാണ്. ആ രീതിക്ക് നമുക്ക് ചെയ്തെടുത്താൽ നമുക്ക് ആ ഹോള് നമുക്ക് അറ്റാച്ച് ചെയ്യാം, കൃത്യമായി ചെയ്യാം. ഉള്ളിലും നമ്മൾ ന്യൂസ് പേപ്പർ ഇടാം, മുകളിലും നമ്മൾ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അയൺ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ഏറ്റവും അടിയിലും നമ്മൾ ന്യൂസ് പേപ്പർ ഇടണം, അതുപോലെ തന്നെ ഏറ്റവും മുകളിലും ന്യൂസ് പേപ്പർ ഇടണം. എന്നിട്ട് അതിൻ്റെ ഇടയിലാണ് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്താണ്, അതായത് ആ തുണി ജോയിൻ്റ് ആക്കാനുള്ള സ്ഥലത്ത് ആണ്
നമ്മൾ എക്സ്ട്രാ ഒരു ക്ലോത്ത് തുണി അതുമായി ബന്ധപ്പെടുന്ന ഒരു കളറിൽ ക്ലോത്ത് തുണിയും വെക്കണം കേട്ടോ. നമുക്കിപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു കളർ ഇതുമായി ബന്ധപ്പെടുന്ന ഒരു കളർ നമ്മുടെ ഉണ്ടായിരിക്കണം. ഒരു സാമ്യത, ഏകദേശം ഒരു സാമ്യതയെങ്കിലും വേണം അതിനകത്ത്. എന്നിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു വൃത്തിക്ക് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ വ്യത്യസ്ത കളറാണെങ്കിൽ പെട്ടെന്ന് ഇവിടെ എടുത്ത് കാണിക്കും. അപ്പോൾ അത് ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാവുള്ളൂ. ഏറ്റവും താഴെ നമ്മൾ ന്യൂസ് പേപ്പർ ഇടുക, എന്നിട്ട് നമുക്ക് കീറിയ തുണി ആദ്യം തന്നെ വെക്കുക. ആ ഡ്രസ്സ് ആ ഭാഗം മാത്രമായിട്ട് വൃത്തിക്ക് വെച്ചിടുക, വിരിച്ച് വൃത്തിയായിട്ട് വെച്ചിടുക. ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ അതുമായി ബന്ധപ്പെടുന്ന സാമ്യതയുള്ള ഒരു കളറിൽ ഡ്രസ്സ് തുണി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെറിയൊരു കഷ്ണം ക്ലോത്ത് എത്രത്തോളം കീറലുണ്ടോ അതിനനുസരിച്ചുള്ളൊരു ക്ലോത്ത് അതിൻ്റെ മുകളിൽ വെക്കാം. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഒരു 2 തുണി എന്തെങ്കിലും വെറുതെ വെക്കുക. കാരണം ഇപ്പം നമ്മൾ ആദ്യം പ്ലാസ്റ്റിക് കവർ വെച്ചു, അതിന് ശേഷം നമ്മൾ ഈ ഒരു തുണിയും കൂടിയും വെച്ചല്ലോ. മെയിനായിട്ട് അതുമായി ജോയിൻ്റ് ആക്കാനുള്ള തുണിയും വെച്ചു. ആദ്യം കീറിയ തുണി വെച്ചു, പിന്നെ പ്ലാസ്റ്റിക് കവർ വെച്ചു, പിന്നെ നമ്മൾ വേണ്ട സാമ്യതയുള്ള തുണിയും വെച്ചു. അതിന് ശേഷം നമുക്ക് വേറൊരു കഷ്ണം തുണി പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ന്യൂസ് പേപ്പർ വെച്ച ശേഷം ചെറിയ രീതിയിൽ അയൺ ചെയ്തെടുത്താൽ അത് തന്നെ ജോയിൻ്റ് ആയി കിട്ടും. ഇതല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് സെയിം കളർ മെറ്റീരിയലിൽ ഒരു ചെറിയൊരു കഷ്ണം നമുക്ക് അത്യാവശ്യമാണ്. അത് കീറിയ ഭാഗം നമുക്ക് അതുമായി ബന്ധപ്പെടുത്തി ചെയ്ത് വെക്കണമെങ്കിൽ ചെറിയ ഒരു സാമ്യതയുള്ളൊരു തുണി വേണം. ഒപ്പം തന്നെ ഒരു ഫ്യൂസിങ് ടേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തുണിമേ ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റാവുന്ന ഒരു ഫ്യൂസിങ് ടേപ്പ് ഉണ്ട്. ആ ടേപ്പ് നമുക്ക് ആമസോണിൽ നിന്ന് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന്, അങ്ങനെ ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ വാങ്ങിക്കാനായിട്ട്. ഇതുപോലെ അഡ്ജസ്റ്റിങ് ചെയ്യാൻ പറ്റാവുന്നത് അത് വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ കീറിയെന്ന് വെച്ചാൽ അവിടെ ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുക. അതിനുശേഷം നമ്മൾ അതുമായി സാമ്യതയുള്ള തുണി വെക്കുക. എന്ന ശേഷം ഡയറക്റ്റ് അയൺ ചെയ്യുക. ഇനി പിന്നെ വേറെ തുണിയോ ന്യൂസ് പേപ്പറോ ഒന്നും വെക്കേണ്ട ആവശ്യം വരില്ല. അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ആ ഫ്യൂസിങ് ടേപ്പ് എവിടെയാണോ കീറിയോട് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുന്നു. അതിൻ്റെ മുകളിൽ നമുക്ക് അതുമായി ബന്ധപ്പെടുന്ന ഒരു സാമ്യതയുള്ളൊരു തുണി വയ്ക്കുന്നു. നേരിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അയൺ ചെയ്യുന്നു. വേറെ ഒന്നും ചെയ്യാനില്ല. അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടൊരു കമൻറ്റ് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ്സ് കാണുമ്പോൾ മറ്റുള്ളവർക്ക് അത് യൂസ്ഫുള്ളായെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം കാണുന്നവർ ഉറപ്പായിട്ടൊരു കമൻറ്റ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.